ഹായ്. എൻ്റെ കുറച്ച് കൃഷി പരിചയപ്പെടുത്താം. ഇടവിള കൃഷിയാണ്. എല്ലാ കാര്യങ്ങളും കുറച്ച് കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ നിൽക്കുന്നത് കപ്പ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട്. ഇത് ഈ കാണുന്നത് കിൻഡൽ കപ്പയാണ്. ഇത് സുമോ കപ്പ എന്ന പേരിൽ അറിയപ്പെടും. 100 കിലോ ഒക്കെ ഒരു മൂട്ടിലുണ്ടാകുമെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് നട്ടതാണ്. ഇതിങ്ങനെ ഒരുപാട് ബ്രാഞ്ചായിട്ട് പന്തലിച്ച് പടരുന്ന ഇനമാണ്. ഇലയ്ക്കൊക്കെ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വെറൈറ്റിയാണ്. അപ്പം സാധാരണ കപ്പ ഒരു 10 മൂട് നടുന്നതിന് പകരം ഒരു സുമോ കപ്പ നട്ടാൽ മതിയായിരിക്കും. അപ്പോൾ എനിക്ക് തന്ന വീട്ടിൽ എനിക്ക് കപ്പയൊക്കെ നല്ല സൈസുള്ള കപ്പയൊക്കെ ആയിരുന്നു. ഞാൻ കുറേ 10-20 മൂടോളം സുമോ കപ്പ നട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കമ്പ് എനിക്ക് അടുത്ത തവണ കൂടുതലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചോളം നിൽപ്പുണ്ട്. ചോളം എല്ലാം പൂത്താണ് നിൽക്കുന്നത്. ഇങ്ങനെ ചീനിക്കിടയ്ക്ക് ഓരോ വാരം തോണ്ടി ചോളവും ഇട്ടിട്ടുണ്ട്. ചോളം പല സൈസിലാണ് നിൽക്കുന്നതെങ്കിൽ എല്ലാം പൂത്തിട്ടുണ്ട്. ചില വലിപ്പമുള്ളതുണ്ട്, ചെറുതുണ്ട്, ഓരോരോ പൂത്തിട്ടുണ്ട്. അതാണ് ചോളത്തിൻ്റെ പൂവ്. പക്ഷേ ഇതിലല്ല ചോളം ഉണ്ടാകുന്നത്. ഇതിന് ശേഷം ഇതിനകത്തു നിന്ന് 1-2 ഈ ഇലകളുടെ അടിയിൽ നിന്ന് ചോളം വരും. ഒരെണ്ണത്തിൽ 2 എണ്ണമൊക്കെ ഉണ്ടാവും. ഇത് മക്കച്ചോളമാണ്. പുഴുങ്ങാനും പൊടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. പോപ്കോൺ ഉണ്ടാക്കുന്ന ചോളമല്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും ചീനി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കിൻഡൽ കപ്പയാണ്. ഞാൻ പല ഭാഗത്തായിട്ട് ഇട്ടേക്കുക. പിന്നെ കുറച്ച് ചീര പാകിയിട്ടുണ്ട്. ചീര പാകിയതിനകത്തെല്ലാം ഇലപ്പുള്ളി രോഗം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നട്ടിട്ട് പ്രയോജനമില്ല. കുറേയൊക്കെ ഉണ്ടായിരുന്നതെല്ലാം കുറച്ച് വിറ്റു. പിന്നെ എല്ലാത്തിലും ഇലപ്പുള്ളി രോഗം വന്നതുകൊണ്ട് പിന്നെ അതിന് ഡിമാൻഡില്ല. പിന്നെ ഈ കാണുന്നത് ഒരു കിൻഡൽ കപ്പയാണ്. ഇത് മാറ്റി വേറെ നട്ടയാണ്. ഇവിടെ വെള്ളം നിൽക്കുന്ന വസ്തു ആയതുകൊണ്ട് പല ഭാഗത്തായിട്ടാണ് നട്ടേക്കുന്നത്. അത് പല രീതിയിലാണ് നട്ടേക്കുന്നത്. മണ്ണ് കൂന കൂട്ടി നട്ടിട്ടുണ്ട്, സാധാരണ നട്ടിട്ടുണ്ട്, പിന്നെ ഇളക്കമില്ലാത്ത മണ്ണിൽ നട്ടിട്ടുണ്ട്. അങ്ങനെ പല ഭാഗത്തായിട്ട് നട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് മുളക് നിൽപ്പുണ്ട്. ഇത് പോളി ബാഗല്ല, അല്ലാതെ നമ്മുടെ വേസ്റ്റൊക്കെ ഇടുന്ന ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റ് കീറി ഇട്ടിട്ട് അങ്ങനെ ഇതാണ്. പിന്നെ നിൽക്കുന്നത് പാവൽ. ഈ പാവലൊക്കെ ഈ കൃഷിഭവനിൽ നിന്ന് വന്ന വിത്തിനകത്തു നിന്ന് കിളിച്ചതാണ്. ഒരു ചീര വയ്യപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിളിച്ചതാണ് ഈ പാവൽ. ഇത് ഒരുപാട് വലിപ്പം വെക്കത്തില്ല, ഉണ്ട പോലെ ഇരിക്കും. പക്ഷെ നല്ല പാവലാണ്. ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഇല്ല, ഒറ്റ മൂടായി നിൽക്കുന്നത്. ഇതിനിടയ്ക്കെല്ലാം ചോളവും നിൽപ്പുണ്ട്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ നിൽക്കുന്നത് പയർ. ഇത് മീറ്റർ പയർ എന്ന് വേണമെങ്കിൽ പറയാം. മീറ്റർ പയറാണോ എന്ന് അറിയത്തില്ല. ഇത് അത്യാവശ്യം നീളമുണ്ട്. ഇതും കൃഷിഭവനിൽ നിന്ന് തന്ന വിത്തിനകത്തുള്ള എല്ലാം നാടൻ നാടൻ ഐറ്റമായിരുന്നു തന്നതല്ല. വെള്ളരി ഉണ്ടായിരുന്നു. അത് വെള്ളരിയൊക്കെ പിച്ചി അത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും പ്രത്യേകിച്ച് ഇതിനൊന്നും വലിയ പരിചരണം കൊടുത്തിട്ടല്ല. ഡയറക്റ്റ് വിത്ത് പാകിയ സ്ഥലത്ത് നിന്ന് തന്നെ കിളിച്ചതാണ്. ചീര പാകിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിളിച്ച് തന്നെ, വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറേ ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടിട്ടുണ്ട്. ഇത് കരിയിലയും ചാണകപ്പൊടി എല്ലുപൊടിയും എല്ലാം മിക്സായിട്ട് നട്ടേക്കുന്നത്. ഇത് വരദ എന്ന ഇനത്തിൽപ്പെട്ട ഇഞ്ചിയാണ്. ഇത് പല ഭാഗത്തായിട്ടാണ് ഇഞ്ചി നട്ട് വെച്ചേക്കുന്നത്. ഇത് ഞാൻ ആദ്യം നട്ടയാണ്. അത് കിളിച്ച് വന്നിട്ടുണ്ട്. ഇത് കറുത്ത ഗ്രോ ബാഗിൽ നടുമ്പം ഇത് ഈ ബാഗ് 2 വർഷം 3 വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വർഷം നട്ട ബാഗായി ഇരിക്കുന്നത്. അതിനകത്ത് വീണ്ടും ഞാൻ ഇഞ്ചി നട്ടേ. അത് സാധാ ഇഞ്ചിയാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ടാൽ നമുക്ക് ഇതിനകത്ത് രോഗം ബാധിച്ചാലും ഒരു ഇഞ്ചി മൂടം എടുത്ത് മാറ്റാൻ പറ്റും. പിന്നെ ചീയൽ അങ്ങനത്തെ കുറേ രോഗങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കപ്പ നിൽപ്പുണ്ട്. ഓമയ്ക്ക എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഇത് റെഡ് ലേഡി ഇനത്തിൽപ്പെട്ടയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ വാങ്ങി വച്ചത്. ഒറിജിനൽ റെഡ് ലേഡി ഇങ്ങനെ നീണ്ടായി പിടിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന വിത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ ഉരുണ്ട് വരുന്ന ഓമയ്ക്കാന്ന് പറയുന്നത്. ഇതെന്തായാലും ഇച്ചിരി പൊക്കത്തിൽ പോയിട്ടുണ്ട്. ചരിച്ചൊക്കെ അവർ പറഞ്ഞോട് ചരിച്ചൊക്കെയാണ് നട്ടത്. എന്നാലും ഇച്ചിരി പൊക്കത്തിൽ പോയിട്ടുണ്ട്. അതിൽ നിറയെ ഓമയ്ക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നിൽക്കുന്നത് ഈ പച്ചച്ചീര. ഒരു വീട്ടിലേക്ക് ഒരു മൂട് മതി. കാരണം ഇത് നല്ല ഹൈറ്റിൽ പോകും. ഒരു 7 അടി 8 അടി ഹൈറ്റിലങ്ങ് പിടിക്കും.
എന്നിട്ട് പിന്നെ നമുക്ക് വെട്ടി വെട്ടി നിർത്തിയാൽ ഒരുപാട് കാലം നിർത്താനും പറ്റും. പിന്നെ ഇതൊരു സ്പ്രെഡാവും, ഒരുപാടങ്ങ് സ്പ്രെഡാവും. സാധാ ചുമപ്പ് ചീരയെ പോലല്ല, നല്ല രോഗപ്രതിരോധ ശേഷിയൊക്കെയുള്ള ഈ പച്ചച്ചീരയ്ക്ക്. പിന്നെ നമ്മൾ ചുമപ്പ് ചീര ഇടുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇത് നട്ടാൽ അത്ര നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ അങ്ങോട്ട് പോയാൽ വെള്ളക്കാന്താരി നിൽപ്പുണ്ട്. ഇതെല്ലാം നാടനാണ്. നാടനായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കീടബാധയും ഒക്കെ കുറവാണ്. ഇത് നിറയെ പിടിക്കുകയും ചെയ്യും. ഹൈബ്രിഡിനേക്കാളും ക്വാളിറ്റി ഉണ്ട് ഈ നാടൻ വിത്തിന്, നാടൻ ഐറ്റത്തിന്. ഇതിനകത്തുനിന്നെല്ലാം മുളക് പിച്ചിയതാണ്, പിന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതുപോലെ ഗ്രോ ബാഗ് വേണമെങ്കിലും പറഞ്ഞാൽ മതി. ഗ്രോ ബാഗിന് 10 രൂപയാണ് കറുപ്പിന്. പിന്നെ ഈ നിൽക്കുന്നത് ഞാൻ നട്ടയല്ല, ഇത് കപ്പക്കിഴങ്ങ്, കപ്പക്കാച്ചിൽ എന്നൊക്കെ പറയും. കപ്പക്കിഴങ്ങ് ഇത് അയ്യം പൊട്ടിച്ചപ്പം പിന്നെ പടർന്ന് കിളിച്ച. പിന്നെ ഈ നിൽക്കുന്നത് ലായ്പത്ത എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ കാണുന്ന ഒരു ഇലക്കറിയാണ്. നമ്മുടെ കടുകിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ഇതും ഇറച്ചിയൊക്കെ ഇതിൽ പൊതിഞ്ഞിട്ട് വറുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെയൊക്കെ വിത്ത് വേണ്ടവർ പറഞ്ഞാൽ മതി. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കോവൽ തണ്ട് നട്ടിട്ടുണ്ട്. അത് പിടിച്ചിട്ടില്ല, അത് 2 ദിവസമേ ആയിട്ടുള്ളൂ. 3-4 മൂട് നട്ടിട്ടുണ്ട്. ഇതിൽ ഉണ്ടക്കോവലാണ്, നല്ല വലിപ്പം വരും. പിന്നെ ഇങ്ങോട്ട് ഒരു മാവ് നിൽപ്പുണ്ട്. മാവ് 3-4 നിൽപ്പുണ്ട്. ഇത് മൂവാണ്ടനാണ്. മൂവാണ്ടനകത്ത് തന്നെ അത്യാവശ്യം മാങ്ങയ്ക്ക് നല്ല വലിപ്പം വരും. കഴിഞ്ഞ വർഷം 2-3 പിടിച്ചതാണ്. പിന്നെ ഇത്തവണ പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ പശുവിനൊക്കെ കെട്ടിയതുകൊണ്ടും വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഇച്ചിരി കൂടുതൽ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ താന്ന് നിൽക്കുക, ആരെങ്കിലും കയ്യെത്തി പിടിച്ചാൽ പൊക്കത്തില്ല. മാവിന് കുറേ പ്രായമുണ്ട്, 10-20 വർഷം പഴക്കം കാണുമായിരിക്കും. ഇതൊരു മാവും പുളിയെല്ലാം ഒന്നിച്ച് നിൽക്കുക. ഈ മാവ് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുക. പിന്നെ കുറച്ച് ചീര ഇപ്പോൾ ഉണ്ട്. ഇത് വിലപ്പുള്ളി രോഗം ബാധിച്ചാണ്. അങ്ങനെയൊക്കെ പുള്ളിക്കുത്തൊക്കെ വീണ ചീരയാണ്. പിന്നെ അങ്ങോട്ട് പോയാലൊരു കുളമുണ്ട്. കുളം നല്ല താഴ്ചയുണ്ട്, 10-25 അടി താഴ്ചയുള്ളതാണ്. അത്യാവശ്യം മീനിട്ടിരുന്നു, പക്ഷേ അത് വെള്ളം പൊങ്ങിയപ്പോൾ എല്ലാം പോയി. അതിനപ്പുറത്തൊരു കുളം ഉണ്ടായിരുന്നു, അത് മൂടി. അതുകൊണ്ട് ഇനി ഒന്നുകൂടെ മീനിടണം. തിലോപ്പിയ ഇടാനാണ് പ്ലാൻ. പിന്നെ അങ്ങോട്ട് പോയാൽ ഗ്രോ ബാഗിൽ ഞാൻ പല ഭാഗത്തായിട്ടാണ് ഇഞ്ചി വെച്ചേക്കുന്നത്. ഒരു കരിമ്പ് നിൽപ്പുണ്ട്. കരിമ്പിനൊക്കെ ഈ വിരലിൻ്റെ വലിപ്പമേ ഉള്ളൂ. പിന്നെ ഈ ഗ്രോ ബാഗ് പല വെയിൽ നന്നായിട്ട് കൊള്ളുന്നിടം, വെയിൽ കുറച്ച് കൊള്ളുന്നിടം, അങ്ങനെ പല ഭാഗത്തായിട്ടാണ് വെച്ചേക്കുന്നത്. 2 കാരണമുണ്ട്. ഒന്നിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്, അടുത്ത വർഷം എനിക്ക് കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ കീടബാധയൊന്നും ഒന്നിച്ച് വെക്കുന്നതിനേക്കാളിലും കുറവായിരിക്കും അകത്ത് പല ഭാഗത്തായിട്ട് വെക്കുമ്പോൾ. പിന്നെ ഒരു ഊഞ്ഞാലിട്ടിട്ടുണ്ട്, മാവിലിട്ടേക്കുന്നത്. പിന്നെ ഈ പയറിൻ്റെയൊക്കെ വിത്ത് വേണ്ടവർ, പയർ ഗ്രോ ബാഗ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണ്ടവർ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി.